പുതിയൊരു ആക്ഷൻ കോമഡി സയൻസ് ഫിക്ഷൻ ഇംഗ്ലീഷ് പടം ഡയറക്റ്റ് OTT റിലീസ് ആയിട്ടുണ്ട്. മൈക്ക് ആൻഡ് നിക്ക് ആൻഡ് ആലീസ് എന്നാണ് സിനിമയുടെ പേര് തന്നെ വെറൈറ്റി ആണ്. എന്താണ് കാരണം ഞാൻ വഴിയെ പറയാം. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ബെൻ ഡേവിസ് ഗ്രബിൻസ്കി ആണ്. വിൻസ് വോൺ, ജെയിംസ് മാർസ്ഡൻ, ഈസ ഗോൺസാലസ് തുടങ്ങിയവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഇംഗ്ലീഷ് സൈഫൈ ആക്ഷൻ കോമഡി സിനിമയെ കുറിച്ച് ഇതിൽ സൈഫൈ ആക്ഷൻ കോമഡി മിക്സ് എന്താണെന്ന് വെച്ചാൽ ടൈം ട്രാവൽ ഉണ്ട്, ആക്ഷൻ കോമഡിയുമാണ് എന്നുള്ളതാണ്. ഒരു ടൈം ലൂപ്പിൽ പെട്ട ടൈം ലൂപ്പ് എന്ന് പറയാനും മാത്രമില്ല, ഒരു തവണ ടൈം ട്രാവൽ ചെയ്ത് വന്ന ഒരു ഗ്യാങ്സ്റ്റർ നിക്ക്, അയാളുടെ കഥയാണെന്ന് പറയാം. പടത്തിന്റെ ടൈറ്റിൽ 2 തവണ ഈ നിക്ക് വരുന്നതും അതുകൊണ്ടാണ്, നിക്ക് ആൻഡ് നിക്ക് എന്നുള്ളത്. ഈ പ്ലോട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നും, തുടക്കവും ഭയങ്കര രസകരമാണ്. പക്ഷെ അത്ര എക്സ്പെക്ടേഷൻ അനുസരിച്ച് പടം വന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ചുമ്മാ ചിലയിടത്തൊക്കെ കുറച്ച് രസമുണ്ട് എന്ന് പറയാം. ഈ ടൈം ട്രാവൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് വരുമല്ലോ. പക്ഷെ ഇതൊരു വട്ട ആക്ഷൻ പടം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഈ ഒരു വെറൈറ്റി, അതായത് അധികം ഇങ്ങനെ വരാത്ത ഒരു ജോണറിന്റെ മിക്സ്, ടൈം ട്രാവലും ആക്ഷനും കോമഡിയും എല്ലാം കൂടെ, ആ ഒരു സംഭവം അതാണ് ഈ പടത്തിന്റെ ഒരു USP അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയാം. നമ്മുടെ തമിഴില് മാർക്ക് ആന്റണി ഏകദേശം അതുപോലെ ആയിരുന്നു, പക്ഷെ അതിൽ കുറച്ചുകൂടി ഫൺ എലമെന്റ്സ് ആൻഡ് കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. അത്രയ്ക്കൊന്നും ഇതിലില്ല കേട്ടോ. അത്രയ്ക്ക് രസം ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ചിലയിടങ്ങളിൽ പടം എന്റർടൈനിങ്ങുമാണ്. പടം വളരെ ഫാസ്റ്റ് പേസിൽ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ബോറൊന്നും നിങ്ങളെ അടുപ്പിക്കുകയല്ല. കോമഡി ആണെങ്കിലും കുറച്ചൊക്കെ വർക്കായിട്ടുണ്ട്, എല്ലാം ഒന്നും അത്രയ്ക്ക് വർക്കായിട്ടുമില്ല, ചിലതൊക്കെ ചീറ്റി പോയിട്ടുമുണ്ട്. ഈ നായിക പറയുന്ന ചില ഡയലോഗ്സ് ഉണ്ട്, അതായത് ഫോൺ എടുത്തിട്ട് നിന്നെ നീ വിളിക്കുന്നു, അതുപോലെ നിന്റെയും ഇടയിൽ എനിക്ക് വരാൻ താല്പര്യമില്ല, അങ്ങനെ ചിലതൊക്കെ ഒരു വെറൈറ്റി, ഒരു രസം ഉണ്ടായിരുന്നു. അതല്ലാതെ ഇങ്ങനെ തലകുത്തി മറിഞ്ഞിരിക്കാൻ മാത്രമൊന്നും പടത്തിലില്ല. പിന്നെ ഇതിന് വേണമെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് വരാമെന്നത് പോലെയാണ് പടം കൊണ്ട് നിർത്തിയേക്കുന്നത്. കഥ ഇവിടെ തീരുന്നുണ്ട് എങ്കിലും സീക്വൽസ് ആയിട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിനുള്ള ഒരു സ്കോപ്പുള്ള ഒരു തിരക്കഥയാണ് പടത്തിൻ്റെത്. പെർഫോമൻസിൽ നിക്കായിട്ട് വന്ന വിൻസ് വോൺ, അതുപോലെ മൈക്കായിട്ട് വന്ന ജെയിംസ് മാർസ്ഡൻ, ആലീസ് ആയിട്ട് വന്ന ഈസ ഗോൺസാലസ്, എല്ലാവരും ഓക്കെ പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ എടുത്തു പറയാൻ മാത്രമുള്ള, അധികം പെർഫോം ചെയ്യാൻ സ്കോപ്പുള്ള ഒരു പടമായിട്ട് എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ല. ഇതിന്റെ ടെക്നിക്കൽ സൈഡിൽ ഡീസന്റ് ആയിട്ടുള്ള ഒരു പടമായിട്ടാണ് തോന്നിയത്. ക്യാമറ, എഡിറ്റിംഗ്, ഗ്രാഫിക്സ്, പ്രൊഡക്ഷൻ ഡിസൈൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ, ആക്ഷൻ ഒക്കെ ആയിരുന്നു. പക്ഷെ ഒരു TV മൂവിയാണ് എന്നൊരു ഫീല് നമുക്ക് വരുന്നത് പോലെ തോന്നി ഇതിന്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട്. ചുമ്മാ ഇങ്ങനെ പടം കണ്ടിരിക്കാം എന്നുള്ളതാണ്, അല്ലാതെ കാര്യമായിട്ടുള്ള സംഭവം ഈ പടത്തിൽ ഇല്ല. ഈ ഒരു ടൈം ട്രാവൽ, ആക്ഷൻ കോമഡി എന്ന ഈ ഒരു ജോണർ മിക്സ് ഒക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ടെന്നുള്ളതല്ലാതെ കുറെ കൂടി രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരുപാട് സ്കോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നിട്ടും അതൊന്നും നന്നായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടം തോന്നുന്ന ക്യാരക്ടേഴ്സ് ഒന്നും പടത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇമോഷണൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കുറവാണ്. ഇതുപോലൊരു വട്ട് കോമഡി പടത്തിൽ ലാസ്റ്റ് അവര് ഇമോഷണൽ ആക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് ഈ ഓണറിന് ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അത് അത്രയ്ക്ക് വർക്കായില്ലായിരുന്നു. മൊത്തത്തിൽ ചുമ്മാ സമയം കളയാൻ വേണ്ടി, പിന്നെ ഒരു വെറൈറ്റി കോൺസെപ്റ്റിനൊക്കെ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന പടമാണ്. എനിക്ക് ടൈം ട്രാവൽ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. സോ ഞാൻ വളരെ എക്സ്പെക്ടേഷനോടെയാണ് പടം കണ്ടത്. പക്ഷെ എനിക്കൊരു ആവറേജ് ഒരു ടൈം പാസ് പടം എന്നേ തോന്നിയുള്ളൂ. എനിക്ക് ഈ ഒരു പ്ലോട്ടൊക്കെ വെച്ചിട്ട് ഒരുപാട് ബെറ്റർ ആക്കി ഒരുക്കാമായിരുന്ന ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നിയത്. ഈ സിനിമ നിങ്ങൾക്ക് ഇന്ത്യയിൽ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് കാണാൻ പറ്റുന്നത്. 1 മണിക്കൂർ 47 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമേ ഇപ്പോഴുള്ളൂ, മറ്റ് ഇന്ത്യൻ ഭാഷകളിലൊന്നും ഡബ്ബിംഗ് ഒന്നും അവൈലബിൾ അല്ല. പിന്നെ പടം 18+ ആണ്, ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി.